എന്നെ കളിക്കാൻ ഭയങ്കര പൂതി. അതായത് നീ നിന്റെ സ്വന്തം കസിൻ സിസ്റ്ററിനോട് നീ പറയുകയാണ് നിനക്ക് അവളെ കളിക്കാൻ ഭയങ്കര പൂതിയാണ്. ദാറ്റ് യു വോണ്ട് ടു ഹാവ് സെക്സ് വിത്ത് ഹെർ. എത്ര വൃത്തികെട്ട തേർഡ് റേറ്റഡ് പെർവേർട്ട് എന്ന് അല്ല നിന്നെ ഞാൻ വിളിക്കേണ്ടത്. നിന്നെ തല്ലിക്കൊല്ലേണ്ട സമയം കഴിഞ്ഞെന്ന് ഞാൻ പറയത്തുള്ളൂ. നിന്നെ പോലെയുള്ളവർ ജീവിച്ചിരിക്കുന്നതിന് അത്രയും ശാപം. ഹായ് ഗൈസ്, ഈ ഫസ്മിന സക്കീർ മിക്കവാറും ലല്ലുവിന്റെ പുക കണ്ടിട്ടേ അടങ്ങുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ അതിനുശേഷം അവരുടെ വീഡിയോസൊക്കെ അങ്ങനെ തന്നെയാണ്. കാരണം പുള്ളിക്കാരനെ എക്സ്പോസ് ചെയ്ത് അങ്ങോട്ട് ഇല്ലാണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്മിന സക്കീറിന് അറിയാലോ, തൊപ്പീന്റെ പണ്ടത്തെ എക്സ് ലവർ ആയിരുന്നു. പിന്നീട് ലല്ലു എന്ന് പറയുന്ന ഒരാളുമായിട്ട് റിലേഷനിലായിട്ട് അയാളെ നിക്കാഹൊക്കെ ചെയ്തു. ഇപ്പൊ രണ്ടുപേരും സെപ്പറേറ്റ് ആയി. കാരണം ലല്ലു എന്ന് പറയുന്ന സഹോദരന്റെ അമിതമായ കോഴിത്തരം കാരണം കൂടെ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഫസ്മിന സക്കീറിന്. പുള്ളിക്കാരന് മിസറിയ എന്ന് പറയുന്ന ഒരു സ്ത്രീയുമായിട്ട് വേറൊരു ബന്ധം ഉണ്ടായിട്ട് അത് വലിയ ഇഷ്യൂസൊക്കെ ആയിട്ട് സോഷ്യൽ മീഡിയയ്ക്ക് അത് പറഞ്ഞ ചർച്ചയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ലല്ലു ആയിട്ട് ചാറ്റ് ചെയ്ത ആൾക്കാരും കസിനും സിസ്റ്റേഴ്സും അങ്ങനെ ഒരുപാട് പേര് എന്ത് ചെയ്യാണ്, ലല്ലുവിനെ എക്സ്പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, എന്നോട് ഇതൊക്കെയാണ് പറഞ്ഞതെന്ന് തെളിവ് സഹിതം ഫസ്മിന സക്കീറിന്റെ അടുത്ത് അവർ പറഞ്ഞു കൊടുക്കുന്നു. ഫസ്മിന സക്കീർ അവരുടെ യൂട്യൂബ് ചാനൽ വഴി ലല്ലുവിനെ എക്സ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടേക്കാം. അമ്മേനെയും പെങ്ങളെയും തിരിച്ചറിയാത്ത ആൾക്കാരെന്ന് ഞാൻ കേട്ടിട്ടുള്ളൂ. പക്ഷെ ഇപ്പോഴാണ് ഞാൻ അങ്ങനെയുള്ള ആൾക്കാരുണ്ടെന്ന് വിറ്റ്നസ് ചെയ്യുന്നത്. അതും ഞാൻ നിക്കാഹ് കഴിച്ച ഒരാൾ അങ്ങനെയായി പോയതിൽ എന്നറിയുന്നതിൽ എനിക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങനെ ഒരാളെ ആണല്ലോ ഞാൻ ഇത്രയധികം സ്നേഹിച്ചതെന്ന് അറിയുമ്പോഴത്തേക്കും ഐ ഫീൽ റിയലി ബാഡ്. സോ എനിക്ക് ഷിബ്ലിയുടെ കസിൻ സിസ്റ്റർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് വന്ന മെസ്സേജ്. ഫസ്റ്റത്തെ മെസ്സേജ് ഞാൻ ഇവിടെ കൊടുക്കാം. ബാഡ് മെസ്സേജ് അയച്ചായിരുന്നു, നീ അവൻ്റെ കൂടെ ഉള്ളപ്പോൾ തന്നെ, അതായത് ഞങ്ങളുടെ നിക്കാഹ് കഴിഞ്ഞിട്ട് തന്നെ. അപ്പം ഞാൻ ഉള്ളപ്പോഴും എപ്പോഴെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവൾ പറഞ്ഞു PKM സ്കൂളിൽ പ്രോഗ്രാം നടന്ന അന്ന് ഇവൻ പോയത് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ അങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നില്ല എന്ന് എനിക്കറിയത്തില്ല. ഇവൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞ് പോയത് എനിക്ക് ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ചാറ്റ് നമുക്ക് നോക്കാം. നീ ഉറങ്ങുക എന്ന് പറഞ്ഞു. അപ്പം നീ ഉറങ്ങുകയാണ്, ചെറുപ്പം തൊട്ടേ നിന്നെ കാണുമ്പോൾ എനിക്ക് ക്രഷ് അടിച്ചായിരുന്നു, നിന്നെ എനിക്ക് സിസ്റ്ററായിട്ട് കാണാനല്ല ഇഷ്ടം എന്നൊക്കെ പറഞ്ഞു. അന്ന് അവനോട് കുറേ ചോദിച്ചു, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, സ്വന്തം ബ്രദറിനെ പോലെയല്ലേ കണ്ടേ. പിന്നെ അവൻ എന്നോട് അന്ന് പറഞ്ഞു, അങ്ങനെ പറഞ്ഞതല്ല, ഉപ്പാനോട് പറയല്ലേ, ഡ്രിങ്ക്സ് യൂസ് ചെയ്ത് മൂഡായി പറഞ്ഞതാണെന്ന്. ഒന്ന് ആലോചിക്കണം, ഈ പുള്ളിക്കാരൻ ആരോടാണ് മെസ്സേജ് അയച്ചതെന്നുള്ളത്. സ്വന്തം കസിൻ സിസ്റ്റർ, അതായത് സ്വന്തം സഹോദരിയായിട്ട് കാണേണ്ട അല്ലെങ്കിൽ ഒരു സഹോദരി തന്നെയായിട്ടുള്ള ഒരു സ്ത്രീന്റെ അടുത്താണ് അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ അടുത്താണ് ഇങ്ങനെ ഒരു മെസ്സേജും കാര്യങ്ങളും അവൻ അയച്ചിട്ടുള്ളത്. അതിനവൻ പറഞ്ഞ റീസൺ ആണ് ഇപ്പൊ പറഞ്ഞത്, വെള്ളം അടിച്ച് മൂടായതാണ് എന്നുള്ളത്. എന്റെ ദൈവമേ, നാട്ടിൽ എന്തോരം ആളുകൾ വെള്ളം അടിക്കുന്നുണ്ട്. എല്ലാ ആളുകളും ഇതേമാതിരിയൊക്കെ ബിഹേവ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടെ ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇത് ഇവന്റെ രക്തത്തിന്റെ പ്രശ്നമാണെന്നാണ് ഞാൻ പറയുന്നത്. രക്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പനമ്മമാരെ ഉദ്ദേശിച്ചിട്ടല്ല, പുള്ളിക്കാരന് സ്വന്തമായിട്ട് ക്രിയേറ്റ് ആവുന്ന ആ ഒരു ഹോർമോണിന്റെയും ജീനിന്റെ ഒക്കെ പ്രശ്നം തന്നെ ആയിരിക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. ഭൂലോക കോഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ അത്ര കോഴി നാട്ടിൽ വേറെ ആരും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഫസ്മിന എന്ന് പറയുന്ന പെൺകുട്ടി രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ കേട്ടോ. അല്ലെങ്കിൽ ഈ പെണ്ണിന്റെ ജീവിതം നായ നക്കി, ആ നായ ലേശം നക്കിയെന്നും പറയാം. ഇപ്പൊ പകുതിന്ന് ഒഴിഞ്ഞു പോയതാണല്ലോ, ഇനി അങ്ങോട്ട് നായ നക്കാതെ രക്ഷപ്പെട്ടു. നീ പറയുകയാണ് നീ നിന്റെ സ്വന്തം സിസ്റ്ററായിട്ടല്ല കണ്ടത്, നിനക്ക് ക്രഷ് ആയിരുന്നെന്ന്. നീ അത് പറയുമ്പോൾ തന്നെ നീ എന്തൊരു വൃത്തികെട്ടവനാണെന്ന് ആലോചിക്കും. നിനക്ക് എങ്ങനെ നിന്റെ കസിൻ സിസ്റ്ററിനോട് ഓക്കെ ക്രഷ് എന്ന് പറയുമ്പോൾ നമുക്ക് കോമഡിക്ക് പറയാം, പക്ഷെ നീ ഇത്രയും സീരിയസ് ആയിട്ട് അത് പറഞ്ഞിട്ട് നീ പിന്നെ പറഞ്ഞു ഉപ്പാനോട് പറയില്ല നീ അന്ന് ഡ്രിങ്ക്സ് യൂസ് ചെയ്യുന്നു. അപ്പോൾ താങ്കൾ ഡ്രിങ്ക്സ് യൂസ് ചെയ്താൽ താങ്കൾ ഏത് മൂഡിലും എന്തും പറയും, സ്വന്തം ഫാമിലിയോട് പോലും അങ്ങനെ പറയും എന്നാണോ ഉദ്ദേശിക്കുന്നത് എനിക്കറിയത്തില്ല. അതായത് ഇപ്പോൾ ഒരാളെ കയറി പിടിക്കുകയാണെങ്കിൽ പോലും സ്വന്തം ഫാമിലിയിൽ ഒരാൾ കയറി പിടിച്ചിട്ട് ഡ്രിങ്ക്സ് യൂസ് ചെയ്ത് മൂഡായിട്ട് പറ്റിപ്പോയതാന്ന് പറയുമായിരിക്കും അല്ലേ? അപാരം. വളരെ വാലിഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ആ ചോദിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പോക്കീർത്തനങ്ങൾ കാണിച്ചതിന് ശേഷം വേഗം എടുത്തിട്ട് വല്ല ഡ്രിങ്ക്സിന്റെയോ ഒക്കെ പെടലേക്ക് അങ്ങോട്ട് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ സ്വന്തം സ്വഭാവശുദ്ധി അങ്ങോട്ട് ന്യായീകരിക്കാലോ. ഞാൻ വെള്ളം അടിച്ചിട്ട് ചെയ്തതാണ്, ഞാൻ ഡ്രഗ്സ് യൂസ് ചെയ്തിട്ട് ചെയ്തതാണ്, ഞാൻ കഞ്ചാവ് അടിച്ചിട്ട് ചെയ്തതാണ് എന്നൊക്കെ. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന ഇത്തരത്തിലെ വികാരങ്ങളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ കണ്ടിട്ട് അകത്തോട്ട് ചെല്ലുന്ന സമയത്ത് പുറത്തേക്ക് വരുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. വീഡിയോ ആയിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു കാര്യം കമന്റും കൂടെ ചെയ്തേക്കുക, മറക്കരുത്. 4 ആൾക്കാരിലേക്ക് വീഡിയോ എത്താൻ വേണ്ടിയിട്ടാണ്. സോ ഇനി നമുക്ക് ലല്ലുവിന്റെ വിഷയത്തിലോട്ട് വരാം. അടുത്ത ചാറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. എന്താണ് പിന്നെ അവൻ ശരിയല്ല, അവൻ്റെ ഉമ്മ പാവമാണ്, അവനെ ഓർത്തിട്ടാണ്. പിന്നെ നീ അവനെ വിശ്വസിച്ച് വന്നതല്ലേ, അതുകൊണ്ട് മാത്രമാണ് പബ്ലിക് ആക്കാൻ. അതായത് അവൻ്റെ ഉമ്മാനെ ഓർത്തിട്ടും പിന്നെ എന്നെ ഓർത്തിട്ടുമാണ് ഈ കാര്യം പബ്ലിക് ആക്കാണ്ടിരുന്നതെന്ന്. അവൻ കുറേ സോറിയൊക്കെ പറഞ്ഞു വന്നു. സോറി പറഞ്ഞു കഴിഞ്ഞിട്ട്, ഇതാണ് മെയിൻ പോയിന്റ്, സോറി പറഞ്ഞു കഴിഞ്ഞിട്ട് എന്നെ കളിക്കാൻ ഭയങ്കര പൂതി. അതായത് നീ നിന്റെ സ്വന്തം കസിൻ സിസ്റ്ററിനോട് നീ പറയുകയാണ് നിനക്ക് അവളെ കളിക്കാൻ ഭയങ്കര പൂതിയാണ്.
കളി മോനെ, ലോകത്ത് എന്തോരം കളികളുണ്ട്. ക്രിക്കറ്റ്, ഫുട്ബോള്, ഹോക്കി, ടെന്നീസ്, അങ്ങനെ എന്തോരം കളികളുണ്ട്. നിനക്ക് അതൊന്നും പിടിക്കുന്നില്ല അല്ലേ? നീ നാട്ടിലെ പെണ്ണുങ്ങളെടുത്ത് മാത്രം കളി ചോദിച്ചുകൊണ്ട് കിടക്കുകയാണ്. നാണമുണ്ടോ മകനെ? സ്വന്തം സഹോദരിയോട് പോലും ഇങ്ങനെ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ട് അവരുടെ ഇടയിൽ പോലും അങ്ങനെ ഒരു മെന്റാലിറ്റിയിൽ കാണാൻ വേണ്ടിയിട്ട്, ഒന്നുമില്ലെങ്കിലും കസിൻ സിസ്റ്റർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പം തൊട്ടേ കൂടെ ജനിച്ച് കളിച്ച് വളർന്ന ആ ഒരു കുട്ടീനെ വരെ ഇത്തരത്തിലൊരു മൈൻഡിൽ കാണാൻ സാധിക്കുന്ന നിന്റെ അടുത്ത് നിന്റെ ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന മകളും മകനും ഭാര്യയും അമ്മയും നിന്റെ സ്വന്തം രക്തത്തിലുള്ള സഹോദരിമാരുണ്ടെങ്കിൽ അവരൊക്കെ എത്രമാത്രം സേഫ് ആയിരിക്കുന്ന ആളുകൾ ചിന്തിച്ചു നോക്കേണ്ട കാര്യമുണ്ടോ? നിന്റെ സ്വഭാവം കൊണ്ട് പറയാണ്. ഇങ്ങനെയുള്ള ഇവന്മാരൊക്കെ എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇനി ഞാനായിട്ട് പറയുന്നില്ല. നിങ്ങളുടെ കൈ കിട്ടിയ എന്തായിരിക്കണം ഈ വക സാധനങ്ങൾ ചെയ്തു കൂട്ടേണ്ടതെന്നുള്ളതൊക്കെ. അവന് കളി കഷ്ടം. അല്ലെങ്കിലും ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഒരു ഭാര്യ ഭർത്താവ് റിലേഷൻഷിപ്പിലാവട്ടെ, ഒരു പുരുഷന്റെയും സ്ത്രീന്റെ ഇടയിലുള്ള ഭയങ്കര പവിത്രമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിനെയാണ് ഒട്ടും വാല്യൂ ഇല്ലാതെ കളി, കുടി, ഗെയിം, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് എന്താണ് ഒരു മോശമായ ഒരു പദപ്രയോഗത്തിലൂടെ ആളുകളിലേക്ക് എന്താണ് എത്തിക്കുന്നത്, തമാശ രൂപേണ പറയുന്നതൊക്കെ. ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു സ്ത്രീന്റെയും പുരുഷന്റെ ഇടയിൽ എത്ര പവിത്രമായിട്ട് അവർ കൊണ്ട് നടക്കേണ്ട ഒരു റിലേഷൻഷിപ്പാണ് അത്. അതിനെയാണ് ഇവർ കളി എന്ന പദപ്രയോഗത്തിലൂടെ വളരെ നിസ്സാരമായിട്ട് കാണുന്നതും എന്താണ് അഭിസംബോധന ചെയ്യുന്നതൊക്കെ. ദാറ്റ് യു വാണ്ട് ടു ഹാവ് സെക്സ് വിത്ത് ഹെർ. എത്ര വൃത്തികെട്ട തേർഡ് റേറ്റഡ് പെർവേർട്ട് എന്ന് അല്ല ഞാൻ വിളിക്കേണ്ടത്. നിന്നെ തല്ലിക്കൊല്ലേണ്ട സമയം കഴിഞ്ഞെന്ന് ഞാൻ പറയത്തുള്ളൂ. നിന്നെ പോലെയുള്ളവർ ജീവിച്ചിരിക്കുന്നതിന് അത്ര ശാപം. AC പർച്ചേസ് ചെയ്യാൻ പോയപ്പോൾ അവനൊരു മിഠായി കഴിച്ചു. അപ്പം ഞാൻ എന്ത് മിഠായി എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവൾ പറയുന്നുണ്ട്, എന്നിട്ട് പറഞ്ഞു ഫസീനോട് പറയില്ല ഇത് മൂടാവുന്ന ഒരു മിഠായിയാണെന്ന്. അങ്ങനെ മിഠായിയൊക്കെ ഉണ്ടോ? ഞാനിതൊക്കെ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് കേട്ടോ. അങ്ങനെയൊക്കെ മിഠായികളുണ്ടോ? മൂടാവാൻ മിഠായി, മൂടാവാതിരിക്കാൻ മിഠായി, ദേഷ്യം പിടിക്കാൻ മിഠായി, ഇങ്ങനെ എല്ലാത്തിനും മിഠായി ഇറക്കി വിട്ട് കഴിഞ്ഞാല് ഉള്ളിന്ന് വരേണ്ട സാധനങ്ങളൊക്കെ ഇനി മിഠായി ഇതൊന്നും ഉണ്ടാക്കേണ്ടി വരുമല്ലോ. അന്ന് നീ ഉണ്ടായെന്ന് ഞാൻ ചോദിച്ചു. ഞാനൊന്നും പറഞ്ഞില്ല, നീ ഒന്ന് പൊയ്ക്കാന്ന് മാത്രം പറഞ്ഞു. ആ മറുപടി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെയല്ലേ പറയേണ്ടിയിരുന്നത്. കറങ്ങി ഒരൊറ്റ അടി കൊടുക്കണം. ബാർബർ ഷോപ്പിൽ കസാല കറങ്ങുന്ന പോലെ നിന്നോടുന്നൊരു 2 റൗണ്ടെങ്കിലും അവൻ കറങ്ങണമായിരുന്നു. അങ്ങനെയല്ലേ ചെയ്യേണ്ടത്. നീ ഒന്ന് പൊയ്ക്കേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവൻ വിചാരിക്കും നിങ്ങൾക്ക് ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്, ഒരു സുഖമുണ്ട്, എന്നാ പിന്നെ കുറച്ചും കൂടെ ഇങ്ങനെയൊക്കെ പറഞ്ഞേക്കാം എന്നല്ലേ കരുതുള്ളൂ. ഫ്രണ്ട്സ് ആരോ വിളിച്ചു, അവൻ സ്പീക്കറിലായിരുന്നു ഫോൺ ഇട്ട്. അപ്പോൾ ഫ്രണ്ട്സ് പറഞ്ഞു വേഗം വീട്ടിൽ കയറി, കസിനെ ഒഴിവാക്കുക എന്നൊക്കെ. പിന്നെ അവൻ വേഗം വീട്ടിലാക്കി. അവൻ്റെ ചെറ്റത്തരത്തിന് കൂട്ടി നിൽക്കുന്ന ഫ്രണ്ട്സും അവനുണ്ട്. ഫ്രണ്ട്സ്, ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഫ്രണ്ട്സിന്റെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കള്ള് കുടിക്കാൻ നേരത്ത് കമ്പനി കൊടുക്കുക, സിഗരറ്റ് വലിക്കാൻ നേരത്ത് ഒരു പഫ് അടിക്കുക, പിന്നെ ഈ കഞ്ചാവ് അടിക്കാൻ നേരത്ത് ഇതിങ്ങനെ ചുരുട്ടി കൊടുക്കുക, എന്താണ് പിന്നെന്താ ഇതിങ്ങനെ ഉരച്ചു കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. ഇതൊക്കെ ചെയ്യുന്നതാണ് ഫ്രണ്ട്ഷിപ്പ്. കൂട്ടുകാരന്റെ എല്ലാ കൊള്ളരുതായ്മയ്ക്കും കൂട്ടു നിൽക്കുന്നതാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് കരുതുന്ന കുറച്ച് തെണ്ടികൾ പൊട്ടന്മാരൊക്കെയാണ് ഈ വക പരിപാടികളൊക്കെ കാണിച്ചു കൂട്ടുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാരുടെ കൂട്ടുകെട്ടുകൊണ്ട് ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂ തന്നെ അങ്ങോട്ട് ഇല്ലാണ്ടാവുകയാണ്. ലോങ് ഡിസ്റ്റൻസ് ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും എടാ എന്നൊന്ന് വിളിച്ചാൽ എന്താടാ എന്ന് ചോദിക്കുന്ന ആ ഒരു ഫ്രണ്ട്ഷിപ്പ് മതി ലൈഫ് ലോങ് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയുള്ള കുറെ അവന്മാര് എന്ത് പോക്കിരിത്തരങ്ങൾ ചെയ്തു കഴിഞ്ഞാലും അതെല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് അങ്ങ് നിന്നേക്കുകയും ചെയ്യും. എന്നിട്ട് അതിന്റെ പേര് ഫ്രണ്ട്ഷിപ്പ്, ബഡ്ഡി, ചങ്ക്. ആഹാ. അതായത് ഒരു ദിവസം AC പർച്ചേസ് ചെയ്യാൻ പോയി. ഓക്കെ, AC പർച്ചേസ് ആക്കാൻ പോയപ്പോഴത്തേക്ക് ഇവൻ പറയുന്നത് ഇവൻ സെക്ഷലി ഉള്ള മിഠായി കഴിച്ചത്, സെക്ഷലി മൂഡാവുന്ന മിഠായി. നീ എന്തിനാണ് ആ മിഠായി കഴിക്കുന്നത്? നിനക്ക് മിഠായി കഴിക്കാണ്ട് തന്നെ കൂടുതൽ സൂക്കേട് കയറി നിൽക്കുന്ന ഒരു വ്യക്തിയല്ല. അപ്പം നിനക്ക് മിഠായിയുടെ ഒന്നും ഒരാവശ്യവും ഞാൻ കാണുന്നില്ല. എന്നിട്ട് നീ എന്നോട് പറയില്ലെന്ന് പറഞ്ഞ് നിന്റെ പെങ്ങളുടെ കൂടെ നീ പോകുമ്പോഴത്തേക്ക് നീ ആ മിഠായി കഴിച്ചിട്ട് പോകും. അപ്പം നീ പെങ്ങളെ ഏതർത്ഥത്തിൽ കണ്ടിട്ടാണ് നീ ആ സെക്ഷലി ഇൻട്രസ്റ്റ് വരുന്ന മിഠായി കഴിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കറക്റ്റ്. എനിക്ക് തോന്നില്ല മിഠായിന്റെ ആവശ്യമൊന്നും ഉണ്ട് എന്നുള്ളത്. അല്ലാണ്ട് തന്നെ അവന് ആവശ്യത്തിലധികം പ്രശ്നങ്ങളുണ്ട്, വല്ലാതെ ഉയർച്ച കൂടുതലുണ്ട്. അറിയാലോ, ഞാൻ പറയാതെ നിങ്ങൾ ഊഹിച്ചോളൂ. പിന്നെ ഈ മിഠായിയും കൂടെ കുത്തി കയറ്റിയിട്ട് എന്തിനാണ് അതിൻ്റെയൊക്കെ ആവശ്യം? അല്ലാണ്ട് തന്നെ നിനക്ക് ഞരമ്പിന്റെ അസുഖം വളരെ കൂടുതലാണ്. അതെങ്ങനെ കുറയ്ക്കാം എന്ന് വല്ല മരുന്നും കുടിച്ച് ആലോചിക്കുന്നതിന് പകരം അതെങ്ങനെ കൂട്ടാമെന്ന് ചിന്തിച്ച് ഈ വക മിഠായിയൊക്കെ തിന്നുന്ന നിനക്ക് എന്താ പറയേണ്ടത്? ഇനി കസിൻ സിസ്റ്ററിന്റെ കുറച്ച് ഓഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്ന് കേട്ടേക്കാം. AC പർച്ചേസ് ചെയ്യാൻ പോയ ടൈമില് അവന്റെ ഫ്രണ്ട്സ് വിളിച്ച ടൈമില് അവന് എന്താ പറയുന്ന വെച്ചാൽ അപ്പൊ അവൻ പറയാം ഇതൊരുമാതിരി കോല് കെട്ടി വെച്ച ഓലായി എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ എന്താണ് അവൻ പറയുന്നുണ്ട് സിമ്പിളായിട്ട് ജീവിച്ചു പോകാമല്ലോ എന്ന് വിചാരിച്ച് കെട്ടിയതാണ്, ഇപ്പത്തെ തലയിലായി ഇറങ്ങാനും പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അവന്റെ മെയിൻ ഉദ്ദേശം പെൺകുട്ടികളെ നോക്കുക, ക്യാഷും ഗോൾഡും കയ്യിലാക്കാത്ത മാത്രമേ ഉള്ളൂ. അവന് ഒരിക്കലും ഒരാളോടൊരു
അല്ലെങ്കിൽ ഈ ഞരമ്പിന് കഴപ്പ് കൂടുതലുള്ള എല്ലാ പുരുഷന്മാരും ചെയ്യുന്ന ഒരു പരിപാടിയാണിത്. വേറെ ഏതെങ്കിലും ഒരു സ്ത്രീയുമായിട്ട് റിലേഷൻഷിപ്പ് സ്ഥാപിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിലവിൽ അവരുടെ ഭാര്യയാവട്ടെ കാമുകിയായിട്ട് അവർക്കില്ലാത്ത ലോകത്തില്ലാത്ത കുറ്റമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവർ ഹാരാസ്മെന്റ് ആയിരിക്കും, ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, ടോർച്ചർ ചെയ്യുന്നുണ്ടായിരിക്കും, നന്നായിട്ട് കെയർ ചെയ്യുന്നില്ല, ഇങ്ങനെ 100 കൂട്ടം കാര്യങ്ങൾ അങ്ങോട്ട് പാർട്ട്ണറെ കുറിച്ച് നെഗറ്റീവ് പറഞ്ഞിട്ട് കൂടെ നിൽക്കുന്ന സ്ത്രീന്റെ അടുത്ത് ഒരു സിമ്പതി ക്രിയേറ്റ് ചെയ്തിട്ട് പിന്നെ അതിനെ പെടലേക്ക് വെച്ചിട്ട് കുറച്ചു കാലം അതിനെ ഉപയോഗിച്ചിട്ട് അങ്ങോട്ട് ഒഴിവാക്കി കളയുന്ന ഒരു പരിപാടി ഇതേമാതിരി ഞരമ്പിന്റെ കഴപ്പ് കൂടുതലുള്ള ചെക്കന്മാര് യൂഷ്വലി ചെയ്തു വരുന്ന ഒരു പാറ്റേൺ, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ. അവന്റെ ഉപ്പാനോട് ഉമ്മാനോട് പോലും അവനക്കൊരു ശരിക്കും ഒരു അറ്റാച്ച്മെന്റ് ഇല്ല. എടാ അവന് മുന്നേ അങ്ങനെ ആർന്ന് ഒരു ക്ലാരിഫിക്കേഷൻ തരാം. അവൻ 5 വർഷം കഴിഞ്ഞിട്ടാണ് ഗൾഫിൽ നിന്ന് വന്നിട്ട് നിക്കാതെ കഴിക്കുന്നതെന്ന് പറഞ്ഞു. അതിന്റെ മുന്നേ അവന് 5 വർഷം കഴിഞ്ഞതിന് മുന്നേ അവന് ഡ്രഗ്സിന് അഡിക്റ്റഡ് ആയിട്ട് അവന് ഡിഅഡിക്ഷൻ സെന്ററിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്റെ ഉപ്പയും എല്ലാവരും കൂടിയാണ് അവന് ഗൾഫിൽ കാരണത്. അവിടെ 3 മാസം 4 മാസം എങ്ങാണ്ട് നിന്നിട്ട് അവൻ നാട്ടിലേക്ക് വന്നിട്ട് അവൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇവിടെ വീട്ടിൽ വന്നു. അത് പിന്നെ അങ്ങനെയാണ്. ഇവിടുത്തെ മായം കൊണ്ട് മന്ത്രം കൊണ്ട് ഒന്നും മാറാത്ത ആൾക്കാരൊക്കെയാണ് ഇത്തരത്തിലുള്ള ആളുകൾ ഉണ്ടെങ്കിൽ വേഗം അവരൊക്കെ ഗൾഫിലോട്ട് കെട്ടിയടിക്കുക. അവിടുന്ന് തിരിച്ചു വരുമ്പോഴേക്കും അവർ നല്ല അടിപൊളി സുന്ദര കുട്ടപ്പന്മാരായിട്ട് തിരിച്ചു വരുന്നതാണ് ഇവിടെയുള്ള ആൾക്കാരൊക്കെ ചിന്തിച്ചു വെച്ചേക്കുന്നത്. ഇങ്ങനെയുള്ള ആളുകൾ എവിടെ പോയാലും സർവൈവ് ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. അവരുടെ കാര്യം കട്ട പോഹയായിരിക്കും. അവന് പെണ്ണായാൽ മതി, അത്രേ ഉള്ളൂ. ഞാൻ അറിഞ്ഞ കാര്യം എനിക്ക് കയ്യിൽ പ്രൂഫോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഞാൻ അറിഞ്ഞ കാര്യം അവന് ഒരു പെൺകുട്ടികളോട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരാളെ എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ ഫ്രണ്ടും കൂടി ആയിരുന്നു ആ പെൺകുട്ടി. അവളോട് ഞാൻ ഇവരുടെ ചോദിച്ചു തന്നാൽ അവളിനെ ബ്ലോക്ക് ചെയ്ത് പോയി. പിന്നീട് മെസ്സേജ് അയച്ചു അവർക്ക് പറ്റി മാത്രം ചെയ്ത ലോകത്തിൽ ഇത്ര വലിയ നാളെ പണി ചെയ്യണ ഒരിക്കലും ലോകത്ത് അവനല്ലാതെ വേറൊരാളും അവനെ പോലെ ഒരാളും ഉണ്ടാവില്ലെന്ന് പറഞ്ഞു. എന്താ പറയാ, പെൺകുട്ടികളോട് ഇപ്പോ ഒരു പെൺകുട്ടിയോട് ഇഷ്ടമായി കുറച്ച് കഴിഞ്ഞാൽ അവരുടെ അടുത്തുനിന്ന് ക്യാഷ് വാങ്ങിക്കുക, സ്വർണം വാങ്ങിക്കുക. ലാസ്റ്റ് എന്റെ മാരേജ് ഫിക്സ് ആക്കാൻ തീരുമാനിച്ചിരുന്നു. കേസായിട്ട് ഏതോ ഒരു പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് അത്രക്കും ഗോൾഡ് വാങ്ങിച്ചിട്ട് അവർ ന്യൂഡായ ഫോട്ടോസ് കാണിച്ചിട്ട് പിന്നെയും ഹരാസ്മെന്റ് ചെയ്തിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് ബ്ലാക്ക്മെയിൽ ചെയ്തിട്ട് അവരുടെ അടുത്തുനിന്ന് ക്യാഷ് വാങ്ങിയിട്ട് ഇവന്റെ പേരിൽ കേസായിരുന്നു. അതൊക്കെ ഒതുക്കി തീർത്തതാ. ലല്ലുവിനെ കുറിച്ചിട്ട് കസിൻ സിസ്റ്റർ വല്ലാത്ത വെളിപ്പെടുത്തലാണ് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പുള്ളിക്കാരിന്റെ കൂട്ടുകാരി വരെ ലല്ലുവിന്റെ മുമ്പിൽ ഒരു വിക്ടിം ആയിരുന്നു എന്നാണ് പറയുന്നത്. എന്നിരുന്നാലും ഞാൻ ചോദിക്കട്ടെ എന്റെ കസിനെ, നീ എന്തിനാ ഇത്രയും ലേറ്റ് ആയിട്ട് ഇവ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത്? ഇപ്പം ഫസ്മിന സക്കീർ ലല്ലുവിൽ നിന്ന് പിരിഞ്ഞതിന് ശേഷം ഇപ്പം എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് തുറന്നു പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? ലല്ലുവിനെ എക്സ്പോസ് ചെയ്യാൻ സാധിച്ചു, അതല്ലാണ്ട് വേറെ എന്താ പ്രയോജനം? ഇതിപ്പോ ഇതിനു മുമ്പ് നിനക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും, ഡ്രഗ്സ് ആവട്ടെ, നിനക്ക് അയച്ച മെസ്സേജസ് ആവട്ടെ, അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങളാവട്ടെ, അവന്റെ വീട്ടുകാരോടോ നിന്റെ വീട്ടുകാരോടോ നീ തന്നെ ആൾക്കാരുടെ മുമ്പിലോട്ട് എക്സ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഫസ്മിന സക്കീർ ഉൾപ്പെടെ ഒരുപാട് പെൺകുട്ടികളുടെ ലൈഫ് സേഫ് ആയി പോയേനെ. പക്ഷേ ഇയാൾ എന്ത് വിചാരിച്ചു? ലല്ലുവിന്റെ ഫാദർ, മദർ, ഫസ്മിന സക്കീർ ഇവരെല്ലാവരുടെയും ഭാവി കുളം തോണ്ടല്ലോ, നശിച്ചു പോകണ്ടല്ലോ എന്ന് കരുതി നിനക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഇയാൾ എന്ത് ചെയ്തു? അതങ്ങോട്ട് മൂടി വെച്ചു. ഇപ്പം എല്ലാം ഇനിയിപ്പോൾ എന്തായാലും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, എല്ലാം പല വഴിക്കായി തല്ലി പിരിഞ്ഞു. ഇനിയിപ്പോൾ ഇത് പറയുന്നതുകൊണ്ട് പ്രശ്നമില്ലല്ലോ എന്ന് കരുതി സ്വന്തം ഫാമിലിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടി അറിയാവുന്ന എല്ലാ കാര്യങ്ങളും മറച്ചു വെക്കുകയും സ്വന്തം ഫാമിലി തകർന്നതിന് ശേഷമാണ് ഇനിയിപ്പോൾ ഇത് പറയാതിരുന്നിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലല്ലോ എന്ന് കരുതിയിട്ട് എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് വെളിപ്പെടുത്തുകയും ചെയ്തില്ല. എനിക്ക് പ്രത്യേകിച്ച് ലോജിക്കൊന്നും തോന്നിയില്ല. കാരണം ലല്ലുവിനെ കുറിച്ച് അറിയാവുന്ന എല്ലാ രഹസ്യങ്ങളും ഹിഡൻ ചെയ്തു വെച്ച ആ ഒരു സമയത്ത് ലല്ലു കാരണം തകർക്കപ്പെട്ടത് ഇയാളുടെ ഫാമിലി അല്ല, വേറെ പല ആൾക്കാരുടെ ഫാമിലിയാണ്. അപ്പോൾ സ്വന്തം ഫാമിലി സേഫ് ആവാൻ വേണ്ടിയിട്ട് മറ്റു പല ആൾക്കാരുടെ ഫാമിലിയിലെ പെൺകുട്ടികൾ വിക്ടിമായാൽ കുഴപ്പമില്ലായിരുന്നു എന്നുള്ളൊരു മൈൻഡാണ് കസിൻ സ്വീകരിച്ചത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിയുടെ കൂട്ടുകാരിക്ക് ദുരനുഭവം ഉണ്ടായ ആ ഒരു സമയം തൊട്ട് ഈ കസിൻ കുട്ടി ഉൾപ്പെടെ അവർക്ക് നേരിട്ട് എല്ലാ അനുഭവങ്ങളും പാരൻസിനോടോ അല്ലെങ്കിൽ മറ്റാരോടെങ്കിലും തുറന്നു പറയാമായിരുന്നു. പക്ഷെ അവരത് ചെയ്തില്ല. ബിഗ് മിസ്റ്റേക്ക്, ഞാൻ ബ്ലെയിം ചെയ്യുകയില്ല, പക്ഷെ അത് ചെയ്യേണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു. അവനെ സ്വന്തം ഉപ്പാന്റെ കണ്ണടിച്ച് പൊടിച്ചിട്ടാ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വന്നിരിക്കണത്. അങ്ങനെയുള്ള അവനെ പിടിച്ച് കെട്ടി ഒരു നല്ലതായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഡിഅഡിക്ഷൻ സെന്ററിൽ കൊണ്ടാക്കി പിന്നീട് അവന് 3 മാസം 4 മാസം ഗൾഫിൽ പോയി അതേപോലെ അവൻ തിരിച്ചു വന്നിട്ടാണ് പിന്നെ നിന്നിട്ടുള്ള ഈ റിലേഷൻ ഉണ്ടാവുന്നത്. അതൊരു 5 വർഷം അവൻ നിന്നിട്ടില്ല, വെറും 3-4 മാസം അവൻ അവിടെ നിന്നിട്ടുള്ളൂ ആകെ. ഇങ്ങനെ ഒരു ചെറ്റനെ പബ്ലിക് അറിയണം, തല്ലി കൊന്ന രീതിക്ക് അറിയണം. ഞാനൊരിക്കലും കള്ളല്ല പറഞ്ഞത്, സത്യമാണ് പറയുന്നത്. സത്യം പോലെ ആവും. കാരണം എന്താ പറയാ, അവന് ഒറ്റ പെൺകുട്ടിയുടെ ജീവിതം മാത്രമല്ല കൊളന്നോണ്ടിട്ടുള്ളത്, ഇഷ്ടം പോലെ ഉണ്ട്. അവന്റെ ലിസ്റ്റില് 100+ ആണ്, 1000+ ആയിരിക്കും. അത്രക്കും അവൻ ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. അവനൊരു പണി എടുക്കൂല. എന്റെ ഉമ്മാന്റെ അടുത്ത് അവൻ വന്ന് പറഞ്ഞത് എന്താ അറിയോ, അമ്മൂസങ്ങന്റെ കയ്യിൽ ഇഷ്ടംപോലെ തന്തേനത്തല്ലി വരെയാണ് ഈ പുള്ളിക്കാരൻ എന്നുള്ളതാണ് ഇപ്പൊ കേട്ടത്. സ്വന്തം അപ്പനെ വരെ അടിക്കുന്ന ഒരാൾ, ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ഒരാൾ, പെൺകുട്ടികളുടെ ജീവിതം തൊലച്ച ഒരാൾ, ഡിഅഡിക്ഷൻ സെന്ററിൽ കിടന്ന ഒരാൾ. എന്നാലും ഈ ഫാദർ ആൻഡ് മദർ ഫസ്മിന സക്കീറിനെ വിവാഹം കഴിക്കുന്ന ആ ഒരു സമയത്തെങ്കിലും അവരുടെ ഫാമിലിനോടോ ഫസ്മിനോടോ ഇവന്റെ ഈ വക കാര്യങ്ങളെ കുറിച്ചിട്ടൊന്ന് മെൻഷൻ ചെയ്തിട്ട് പോലും ഇല്ല എന്ന് ആലോചിക്കുന്ന സമയത്ത്
എന്ത് പറയാനാണ്, സ്വന്തം മകന്റെ ഭാവി ഒരു പെൺകുട്ടി കയറി വന്നാൽ ശരിയാവുമെന്ന് കരുതിയിട്ട് ഒരു പെൺകുട്ടിയുടെ ലൈഫ് കൂടിയാണ് അവിടെ തൊലയ്ക്കാൻ ശ്രമിച്ചത്, അല്ലെങ്കിൽ തൊലച്ചിട്ടുള്ളത്. എന്താണെങ്കിലും അപ്പന്റെ ദേഹത്തൊക്കെ കൈവച്ച് ഇവൻ എന്തായാലും അധികകാലത്ത് നല്ലവരേക്ക് ജീവിക്കില്ല എന്നുള്ളതാണ് അവന്റെ ജീവിതം കൊണ്ട് തന്നെ നാട്ടുകാരുടെ മുമ്പിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അടുത്ത കാര്യം എന്താ വെച്ചാൽ, അച്ഛന്റെ സ്വത്തുണ്ടല്ലോ, ഇനിയിപ്പോൾ ഞാൻ ജോലിക്കൊന്നും പോകണ്ടല്ലോ എന്ന് കരുതുന്ന ഇവൻ എത്ര കാലം എങ്ങനെ ജീവിക്കുന്ന തമ്പുരാൻ അറിയാം. ഇതാണ് ഈ ധൂർത്തപുത്രൻ എന്ന് പറയുന്നതാണ് എനിക്ക് തോന്നുന്നത്. ദൈവം തമ്പുരാനെ ഇങ്ങനെയുള്ള ആളുകളെ ഒന്നും ഇനി മക്കളായിട്ട് ഒരപ്പനവന്മാർക്കും ജനിപ്പിക്കാതെ ഇരിക്കുക എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീട്ട് കാണുന്നതുവരെ ബൈ.